ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ സെഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ MBA ഫസ്റ്റ് സെമസ്റ്ററിലെ പ്രധാനപ്പെട്ടുള്ള ഒരു പേപ്പറാണ് MMPC 004 എന്ന് പറയുന്നത്. നമുക്കറിയാം MBA സ്റ്റുഡൻസ് അവർ BBA ഒക്കെ പഠിച്ചു വരുന്നവരാണെങ്കിൽ വലിയ രീതിയിൽ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് BBA ഒന്നുകൂടി തിയററ്റിക്കലാണ്, BComന്റെ അത്ര എന്തില്ല, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമില്ല. അതേ മോഡൽ തന്നെയാണ് MBAയിലെ MMPC 004 അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പറും വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പം നമ്മുടെ എല്ലാ സ്റ്റുഡൻസും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്ത് ചെയ്തു, പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന ഇഗ്നോയുടെ MBA MMPC 004 കോഡ് വരുന്ന ഒരു പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 സ്ട്രീമുകളിലായിട്ടാണ് വരുന്നത്. അക്കൗണ്ടിങ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. അതായത് മാനേജേഴ്സിനെ ഈ അക്കൗണ്ടിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് പോകുന്നത്. അപ്പോൾ ഇതിലിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോസ്റ്റ് ഉണ്ടായിരിക്കും, എമർജിങ് ട്രെൻഡ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വേരിയൻസിൻ്റെ കാര്യങ്ങൾ അനാലിസ് ചെയ്യാൻ, അങ്ങനെ എല്ലാം കൂടി ചേർന്നതായിരിക്കും നമ്മളുടെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിൻ്റെ സം ടോട്ടൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യനിലാണ് നമുക്ക് വരിക. ഓക്കെ, നമ്മളിന്ന് 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എക്സാമിന് വരുന്നത് 8 അല്ലെങ്കിൽ 9 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യനാണ് നമ്മൾ നോർമൽ ആ ഒരു മെത്തേഡ് തന്നെ വെച്ചിട്ടാണ് 5 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളുടെ പേപ്പർ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ 2026 ജൂൺ എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഹൈപ്പർ ഫോക്കസിലുള്ള നമ്മളുടെ ഒരു ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ BCom BBA കൊമേഴ്സ് ഫീൽഡിലോട്ട് വരുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജേണലും അതിൻ്റെ അഡ്വാൻറ്റേജും അത് ഉപയോഗിക്കുന്നതിൻ്റെ ബെനഫിറ്റ്സും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ട്രാൻസാക്ഷനൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് ജേണൽ എൻട്രി എന്തൊക്കെയാണെന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതേപോലെ തന്നെ ലെഡ്ജറിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ജേണൽ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിലെ പ്രോസസ്സ് എന്താണ്, നമ്മളൊരു ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് താഴെ പറയുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, ഇങ്ങനെ 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ വേ ഓഫ് ചോദ്യത്തിന് മാറുമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ജേണൽ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഒരു ജേണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലേ, അതായത് ഇൻ ടേംസ് ഓഫ് മണിയിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മണി എലമെന്റ്സ് ഉള്ള ക്യാഷ് എലമെന്റ്സ് ഉള്ള ട്രാൻസാക്ഷനുകളെയാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക, നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. അപ്പം അത്തരത്തിൽ നമ്മളൊരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന, നമ്മുടെ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി ആണ്. അതായത് നമ്മൾ ഒറിജിനൽ എൻട്രി അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ടൈം എഴുതുന്നത് എവിടെയാണ്, ജേണലിലായിരിക്കും. അതുകൊണ്ട് ഇതിനെ പ്രൈം എൻട്രി അതുപോലെ ഒറിജിനൽ എൻട്രി എന്നൊക്കെ ഈ ജേണലിനെ നമ്മൾ വിളിക്കാറുണ്ട്. കാരണം ആദ്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മൾ ജേണലിലായിരിക്കും. അത് എവിടെയാണ് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ
ക്യാഷിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും, ഏത് നേച്ചറിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിലും അതൊക്കെ ഈ ജേണലിൽ ഉണ്ടായിരിക്കും. അതും നമ്മൾ ഏത് ഓർഡറിലാണ് ചെയ്യുക? ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ്, ഏതാണോ ഫസ്റ്റ് നടന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ടായിരിക്കും? ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ആണ്. ഒരു ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും ഉണ്ടാവും അല്ലേ? അതിനോടൊപ്പം എന്തുണ്ടാവും? അതിനൊരു ബ്രീഫ് എക്സ്പ്ലനേഷനും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ഒരു ജേണൽ എൻട്രിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ഓഫ് റുപ്പീസ് 10,000, 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 10,000 റുപ്പീസ് കൊണ്ട്. അപ്പം എന്തായിരിക്കും അവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് തന്നെ ക്യാഷ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായതുകൊണ്ട് അത് ക്യാപിറ്റലാണ്. അപ്പം എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി? ഒരു ഡെബിറ്റ് ആസ്പെക്ട്സ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പം എങ്ങനെയായിരിക്കും വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, അതാണ് ഡെബിറ്റ് ആസ്പെക്ട്സ്, 10,000 ടു ക്യാപിറ്റൽ, അതും 10,000. നമ്മൾ പറഞ്ഞു ഡെബിറ്റും ക്രെഡിറ്റും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. എന്താണ്? ബീങ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, ക്യാഷ് കൊണ്ടുവന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഇതിനെ നറേഷൻ എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ ആയിരിക്കും എന്ത് വരിക? ഓരോ ട്രാൻസാക്ഷൻ നമ്മുടെ ജേണൽ എന്ന് പറയുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബികോമിൻ്റെയും ഇഗ്നോയുടെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ ലൈവുകൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈവുകൾ കണ്ടു കഴിഞ്ഞാൽ MBA സ്റ്റുഡൻസിനാണെങ്കിലും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാൻ അവർക്ക് സാധിക്കും. ആ ബേസിൽ നിന്ന് ഈ ഒരു റെക്കോർഡും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈവിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഇനി അപ്പോൾ അവിടെ നമ്മൾ എന്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ട്രാൻസാക്ഷനെയും നമ്മളുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആയിട്ടുള്ള ജേണലിലോട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജേണലൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ? ജേണലൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ. എന്താണ്? ജേണലിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജേണലൈസിങ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ജേണൽ ഉപയോഗിക്കുന്നത്? നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, ഒന്ന്, ഒരു ട്രാൻസാക്ഷന്റെ കംപ്ലീറ്റ് റെക്കോർഡ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ജേണൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ്? ജേണൽ ഈസ് ഹെൽപ്പ് ടു റെക്കോർഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് എ ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും, അതിന് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ സിസ്റ്റമാറ്റിക്കലി ക്രോണോളജിക്കലി ബിസിനസ് നടക്കുന്ന ഫൈനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജേണൽ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. രണ്ടാമത്, ഇതൊരു പെർമനന്റ് എവിഡൻസ് ആണ്. കാരണം റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജേണൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിഡൻസിന്റെ ബേസിൽ ഓൾറെഡി ഹാപ്പൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് അതൊരു പെർമനന്റ് നേച്ചർ അല്ലെങ്കിൽ പെർമനന്റ് എവിഡൻസ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈസി ഫോർ റെഫറൻസ്, നമുക്ക് ഏതെങ്കിലും ഡേറ്റിൽ നടന്ന ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യുക? ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി, കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ജേണലിൽ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ എറേഴ്സ് മാക്സിമം, കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അതാ ദിവസങ്ങൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറേഴ്സും മിസ്റ്റേക്കും മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഏത് ഹെൽപ്പ് ചെയ്യും? അത് നമ്മളെ ഈ ജേണലിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിന് അത് എവിടെ തൊട്ടാണ് തെറ്റ് പറ്റിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ജേണൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ലെഡ്ജറിലോട്ട് മാറ്റി ഓരോ അക്കൗണ്ട്സ് അതിൻ്റെതായിട്ടുള്ള നേച്ചറിനനുസരിച്ച് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ലെഡ്ജറിലോട്ട് ജേണൽ എൻട്രീസിനെ മാറ്റി എഴുതുന്ന പ്രോസസ്സാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ഈസിയറായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മളെ ഈ ഒരു ജേണൽസ് ഹെൽപ്പ് ചെയ്യും. അതാണ് ഫെസിലിറ്റേറ്റിംഗ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. തേർഡ്, ഇതൊരു ലീഗൽ എവിഡൻസ് ആണ്. ഇറ്റ്സ് ആക്ട്സ് എ ലീഗൽ എവിഡൻസ്. എന്താണ്? ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് വൗച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷൻ്റെയും പ്രൂഫ് ആയിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ജേണൽ എൻട്രീസിനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഓഡിറ്റിങ്ങും വെരിഫിക്കേഷനും ഒക്കെ വരുന്ന സമയത്ത് അതിന് നമ്മൾ ഓരോ ചില ട്രാൻസാക്ഷൻ നമുക്ക് പ്രശ്നങ്ങൾ തോന്നി കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട്
ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മളെ ഈ ഒരു ജേണൽ എൻട്രീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ജേണൽസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ജേണലൈസിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് വെറുതെ പോയിട്ടൊരു ജേണലിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആദ്യം നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ക്യാഷിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ബിസിനസ് എന്നപ്പോൾ 10,000 രൂപ കൊണ്ടുവരും. അപ്പോൾ അവിടെ ഒരു ക്യാഷ് ഉണ്ട്, അത് നമ്മൾ ട്രേസ് ചെയ്തു. അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഞാൻ എന്താ ചെയ്തത്? അതിൽ അക്കൗണ്ട്സ് ഏതൊക്കെ ഉണ്ട് നോക്കി. ക്യാഷും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ടെന്ന് പറഞ്ഞു. ആ അക്കൗണ്ട്സിന് ഞാൻ എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യും. അതിനുശേഷം ഈ അക്കൗണ്ട്സിന് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, അല്ലെങ്കിൽ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അക്കൗണ്ട്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതിനുശേഷം ഇതിൽ ഏത് ആണ് നമ്മൾ എടുത്ത അതിന് ഇതാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ്. നമ്മൾ ഇനി ആലീസ് എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്കിൽ അത് വരുന്നത് മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ആ മോഡേൺ റൂൾ ഏതാണ് എടുക്കുന്നത് അതിന്റെ എന്ത് ചെയ്യാം? റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യും. ഏതിനാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഏത് കറസ്പോണ്ടിങ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ആ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കും. അതിനുശേഷം ഈ ജേണൽ എൻട്രി എന്ത് ചെയ്യും? നമ്മുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ല ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിൽ ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, ഡെബിറ്റ് എമൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടാവും, ഒരു നറേഷൻ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എവിടെ ഉണ്ടാവും? നമ്മുടെ ജേണലിൽ ഉണ്ടാവും. ഇതാണ് ജേണലൈസിങ് ചെയ്യുന്നതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, BCOE 142 ഇതും ആൾമോസ്റ്റും സെയിം അല്ലേ? ഓൾമോസ്റ്റ് ഇത് രണ്ടും എന്ത് ചെയ്യാണ്? സെയിം ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. BCOE 142 ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. BCOE 142 നിങ്ങൾക്ക് പ്രധാനമായിട്ടും അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിന്റെ ആ ഭാഗത്താണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കോസ്റ്റ് റിഡക്ഷന്റെ മെത്തേഡ്സും അതുപോലെ തന്നെ ടാർഗറ്റ് കോസ്റ്റിംഗ് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് കാര്യങ്ങളും ഏകദേശമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഒരേപോലുള്ളൊരു പേപ്പറാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിട്ടുള്ള BCOE 142 വരുന്നത്. അതിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും, പിന്നെ ബഡ്ജറ്ററി ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും വേരിയസ് അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് വോളിയം അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ്, ഏകദേശം ഇതേ കാര്യങ്ങൾ ഇതിലേറെ കുറച്ചും കൂടി കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു പേപ്പറിലും കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി പ്രോസസ് ഓഫ് ജേർണലൈസിങ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ട്രാൻസാക്ഷനുകൾ ഇവിടെ തന്നിട്ട് ഇതെന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് നോർമലി എല്ലാ ട്രാൻസാക്ഷനും അറിയാം എങ്കിൽ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പം അത്തരത്തിലുള്ള ഒന്നാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എന്താ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് തന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു കുറവാണ്, എമൗണ്ടിൽ ഉണ്ടാകുന്ന ഒരു കുറവാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ എന്ത് സാധനം വാങ്ങാം, ഒരു 50 ക്വാണ്ടിറ്റി വാങ്ങുന്ന 90 രൂപ വെച്ച് തരാം. അപ്പോൾ അവിടെ കിട്ടുന്ന ആ 10 രൂപയാണ് എന്തെന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ജേണൽ. ഇത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യില്ല? ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അതായത് നെറ്റ് പർച്ചേസ് അല്ലെങ്കിൽ നെറ്റ് എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ നെറ്റ് എമൗണ്ട് ഗെറ്റ് എത്രയാണോ അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക? നമുക്ക് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരിക. ഒരു എക്സാമ്പിൾ പറയുക, നമ്മൾ ഗുഡ്സ് വർത്ത് 10,000 രൂപയ്ക്ക് നമ്മളുള്ള ഗുഡ്സ് സോൾവ് ചെയ്ത് 10% ട്രേഡ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ 10,000-ന് 10% 1000 രൂപ. അപ്പോൾ 9,000 രൂപയ്ക്കായിരിക്കും അല്ലേ? 9,000 രൂപയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സെല്ല് ചെയ്തിട്ടുണ്ടാകും. അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,000 രൂപ. അപ്പോൾ അതിന് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? പർച്ചേസ് സെയിലാണല്ലോ ചെയ്തുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു സെയിൽ എത്ര മാത്രം കാണിച്ചാൽ 9,000 കാണിച്ചാൽ മതി. അവിടെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടിനെ റെക്കോർഡ് ചെയ്യേണ്ട. ഓർത്തിരിക്കുക, ട്രേഡ് ഡിസ്കൗണ്ട് ഇവിടെ ചോദിക്കാൻ തന്നെ കാരണം ട്രേഡ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യില്ല? നമ്മുടെ ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചില്ലേ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ഫ്രീ സാമ്പിൾ. നമ്മൾ ഫ്രീ സാമ്പിൾ ആയിട്ട് ഗുഡ്സ് നമ്മൾ എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൂട്ടുക. ആ ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കൂട്ടുക. കാരണം എന്താണ്? നമ്മൾ ശരിക്കും എന്തിനാണ് ഈ സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്നത്? നമ്മുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടി. സെയിൽസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആക്കിയിട്ടാണ്
ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ആസ് ഫ്രീ സാമ്പിൾസ് നമ്മൾ കാണിക്കുക. അപ്പോൾ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്, ഗുഡ്സ് ആണ് പോയത്, ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ക്യാഷ് മുടക്കിയെന്നാണെങ്കിൽ ക്യാഷ് ആണ് കാണിക്കുക. പക്ഷെ ഇവിടെ ഗുഡ്സിന്റെ രൂപത്തിൽ പോയപ്പോൾ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താക്കി, നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് കാണിക്കുക. കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ആ റോ മെറ്റീരിയൽ എന്ത് അത്രയും കുറവോടെ ഉണ്ടായി, കാരണം എന്താണ്, നമ്മളത് അഡ്വർടൈസ്മെന്റിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് എന്താ, ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ദി പേഴ്സണൽ യൂസ്. ക്യാഷ് ആണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളത് നമ്മൾ കാണിക്കുക. ഇപ്പൊ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഗുഡ്സ് ആര് കൊണ്ടുപോവാണ്, അതിന്റെ ഓണേഴ്സ് കൊണ്ടുപോവുകയാണ്. അത് നമ്മൾ പർച്ചേസിൽ നിന്നാണ് നമ്മൾ കുറച്ച് കാണിക്കുക കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്വർടൈസ്മെന്റ് അല്ല, അവിടെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് വരും. ഇവിടെ നമ്മൾ ഫ്രീ സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ജേണൽ എൻട്രി വരിക അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്നുള്ളതായിരിക്കും. ഇതും ശ്രദ്ധിക്കുക. അതാണ് രണ്ടാമത്. മൂന്നാമത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡിപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന പെർമനന്റ് റിഡക്ഷൻ ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അതിന്റെ എന്താണ്, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ടെക്നോളജി ലാപ്സ് ആയി പോകുന്നത് കൊണ്ടൊക്കെ വിയർ ആൻഡ് ടിയർ, ടെക്നോളജിക്കൽ ഒബ്സർസൻസ്, ഡാമേജ്, ആക്സിഡന്റ്, ഇതൊക്കെ കാരണമാണ് ഗുഡ്സിന്റെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു പെർമനന്റ് റിഡക്ഷനെയാണ് നമ്മൾ എന്താ പറയാ, ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഒരു ബിസിനസ് ഡിപ്രീസിയേഷനെ എക്സ്പെൻസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അസറ്റിന്റെ വാല്യൂ കുറയ്ക്കാണ്. അപ്പൊ നമുക്കറിയാം എക്സ്പെൻസ് ആവുമ്പോൾ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, കാരണം ഡെബിറ്റ് ബാലൻസ് ആണല്ലോ, അത് കുറയ്ക്കാൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഏതാണോ ആ കൺസേൺഡ് അസറ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കാണിക്കും. ബീങ് ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള നറേഷൻ നമ്മൾ കൊടുക്കും. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിട്ടാക്കടം. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു വർഷം നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല, മറ്റു പല റീസൺ കൊണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതി തല്ലൊരു എമൗണ്ട് വീണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, റിക്കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ജേണൽ എൻട്രി എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, അപ്പൊ എങ്ങനെയായിരിക്കും വരിക, നമുക്ക് ആ ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു നമ്മൾ ഏതിലോട്ട് തന്നെ മാറ്റാം, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്നുള്ള ഒരു അക്കൗണ്ടിലോട്ട് തന്നെ നമ്മൾ അതിനെ മാറ്റും. നറേഷൻ കൊടുക്കും. എന്താണ്, ബീങ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി ഡെപ്റ്റേഴ്സ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ആസ് എ ഡെപ്റ്റ്. ഒരു ഡെപ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബാഡ് ആയിട്ട്, ഡെപ്റ്റ് അല്ല ബാഡ് ആയിട്ട് നമ്മൾ എഴുതി തല്ലേ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ പ്രീവിയസ് എഴുതി തല്ലേ നമുക്ക് ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ നറേഷനും കൊടുക്കും. ഇങ്ങനെയാണ് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടല്ലാത്തതാണ് ബാക്കിയുള്ളതൊക്കെ. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ BCOE 143 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. എന്നാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എക്സാംസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഐ തിങ്ക് നാളെയാണെന്ന് തോന്നുന്നു അല്ലേ, സാറ്റർഡേ ആണെന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞത്, നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സും അതുപോലെ തന്നെ കൺവെൻഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ എല്ലാ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന പ്രധാനപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഏതൊക്കെയാണ് കോൺസെപ്റ്റുകൾ, എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? ഈ കോൺസെപ്റ്റ് നമുക്ക് അറിയാം, പക്ഷേ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് കോൺസെപ്റ്റ്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള. അപ്പൊ കോൺസെപ്റ്റും സിഗ്നിഫിക്കൻസും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പോൾ കോൺസെപ്റ്റുകൾ ചോദിച്ചത് ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്, മറ്റൊന്ന് കണ്ടിന്യൂറ്റി അഥവാ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്, മറ്റൊന്ന് അക്രൂവൽ കോൺസെപ്റ്റ് ആണ്, നാലാമത്തെ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ 4 കോൺസെപ്റ്റും അതിൻ്റെ സിഗ്നിഫിക്കൻസും ആണ് നമ്മളോട് എന്തുള്ള ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിന് 5 മാർക്കാണ്. അപ്പോൾ 4 കൂടിയാണ് 20 മാർക്ക് വരിക. അപ്പോൾ ഒന്ന് നമുക്ക് 5 മാർക്ക് കിട്ടണമെങ്കിൽ ഒരു പുറത്തിൻ്റെ ഒരു 3/4 ഭാഗം നമ്മൾ വെച്ചിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അതിന്റെ സിഗ്നിഫിക്കൻസും പറഞ്ഞ സമയത്ത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഏതായിരുന്നു, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്? ദ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ദ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റി financial transaction of a business must be recorded separately from the personal transaction of the owner. അതായത് ആ ഒരു ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം എന്തായിരിക്കും? ബിസിനസ് അതിൻ്റെ ഓണേഴ്സിനെ ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം എന്താണ്? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പൈസ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇത് റിട്ടേൺ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബിസിനസിൻ്റെ ഓണേഴ്സിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് അതിൻ്റെ ഓണേഴ്സ് എന്താണ്? സെപ്പറേറ്റ് ആണ്. ബിസിനസിൻ്റെ ട്രാൻസാക്ഷനും ആ ഓണേഴ്സിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷനും രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ആക്യുറേറ്റ് ആയിട്ട് ബിസിനസിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. വി ക്യാൻ മെഷർ ദ ബിസിനസ് പ്രോഫിറ്റ് ഓർ ലോസ് വെരി ആക്യുറേറ്റ്ലി. രണ്ടാമത്, പേഴ്സണലും ബിസിനസ് ട്രാൻസാക്ഷനും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളല്ലേ, അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പേഴ്സണലും അതുപോലെ തന്നെ കമ്പനീസ് ട്രാൻസാക്ഷനും അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് മറ്റൊന്ന്. മൂന്നാമത്തെ സിഗ്നിഫിക്കൻസ്, ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും? റിലയബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്തെന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത്. അടുത്തൊരു സിഗ്നിഫിക്കൻസ് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ കമ്പാരിസൺ ഓഫ് ബിസിനസ് പെർഫോമൻസ് ഓവർ എ ഡിഫറെൻറ്റ് പീരീഡ്. കാരണം ബിസിനസ്സും അതിൻ്റെ ഓണേഴ്സും എന്താ പറയുക സെപ്പറേറ്റ്, അതുകൊണ്ട് തന്നെ ബിസിനസിൻ്റെ ഓൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരിക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ, അപ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഓണേഴ്സിനെ ട്രാൻസാക്ഷൻ, ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, പല കാര്യങ്ങളും നോക്കേണ്ടി വരും. ഇവിടെ ഓണേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഏത് ഡിഫറെൻറ്റ് പീരീഡിലോട്ടുള്ള ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പെർഫോമൻസും നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നും പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ് പറയുന്നത് നോക്കൂ. നെക്സ്റ്റ് അതിനൊരു എക്സാമ്പിൾ പറയുന്നത്. എന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ദ ഓണേഴ്സ് വിഡ്രോ ക്യാഷ് ഫ്രം ദി ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഓണേഴ്സ് എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഡ്രോയിങ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ എന്തല്ല, ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നതും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. ചില ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞൊരു എക്സാമിന് സാറേ കണ്ടിന്യൂറ്റി കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നതാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് കണ്ടിന്യൂറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അസ്യൂം ദാറ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഫോർ ദ ഫോഴ്സബിൾ ഫ്യൂച്ചർ. അതായത് ഒരുപാട് വർഷം മുന്നോട്ട് എന്ത് ചെയ്യും, ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. ഇത് എന്ത് ചെയ്യില്ല, പെട്ടെന്നൊന്നും ലിക്വിഡേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്യില്ല ഈ നിയർ ഫ്യൂച്ചറിൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് കണ്ടിന്യൂറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അസറ്റ്സ് ഒക്കെ വാല്യൂ ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്യില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യാറില്ല, കറണ്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടല്ല, അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ റാദർ ദാൻ ദ ലിക്വിഡേഷൻ വാല്യൂ അല്ല നോക്കുക. അതിൻ്റെ കറണ്ട് അതിൻ്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷം ഇതിൻ്റെ വാല്യൂ ചെയ്യുക. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. And it's allow expenses and revenues to spread over the future accounting period. ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഒരു 5-6 വർഷത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ സ്പ്രെഡ് അപ്പ് ചെയ്യും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഗോയിങ് കൺസേൺ അത്രയും കാലം കണ്ടിന്യൂ ചെയ്യും എന്നതിൻ്റെ ബേസിലാണ്. അതാണ് മറ്റൊരു സിഗ്നിഫിക്കൻസ്. പിന്നെ ഫ്രം ദി ബേസിസ് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷനൊക്കെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. പിന്നെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഹാൻസ് ദ കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്.
ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ എന്താണ് സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കൺസിസ്റ്റൻസിയും എന്തിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും? ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിളിലൂടെ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ എന്തെന്ന് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസും കൂടി എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിനുള്ളതായി. എന്താ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു മെഷീൻ പർച്ചേസ് ചെയ്താണ് 1 lakh rupees കൊടുത്തിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ അതിന്റെ യൂസ്ഫുൾ ലൈഫിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ഓരോ വർഷം ഡിപ്രീസിയേഷൻ ആണ് കുറച്ച് വരുന്നത്, അല്ലാതെ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെയിൽസ് പ്രൈസ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, accrual concept states that the revenue and expense are recognized when they are earned or incurred regardless of when cash is received or paid. നമുക്കൊരു എക്സ്പെൻസോ അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിങ് പീരീഡിലാണോ ജനറേറ്റ് ചെയ്യുക ആ അക്കൗണ്ടിങ് പീരീഡിലാണ് നമ്മൾ കാണിക്കുക. അല്ലാതെ നമ്മൾ എപ്പോൾ പേയ്മെന്റ് കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ പേയ്മെന്റ് കിട്ടി എന്നുള്ളതിലല്ല. ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ 2025-26 അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു 8,000 രൂപ റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയത് 26-27 അക്കൗണ്ടിങ് പീരീഡിലായിരുന്നു വിചാരിക്കാം. ക്യാഷ് ശരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത് ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയാണ്, 2025-26 അക്കൗണ്ടിങ് റെക്കോർഡ്സിലാണ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസിന്റെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ അക്രൂവൽ കോൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് എന്താണ്, നമുക്കൊരു ഇൻകവും അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും സെയിം അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ മാച്ച് ചെയ്യാൻ സാധിക്കും. അതായത് മാച്ചിങ് കോൺസെപ്റ്റ് നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അക്രൂവൽ കോൺസെപ്റ്റ് നിർബന്ധമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് എൻഷുർ ആക്യുറേറ്റ് എൻഷുർ ആക്യുറേറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും, ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് മറ്റൊരു എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇംപ്രൂവ് ദ റിലയബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ പ്രിൻസിപ്പിളും ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ആ ഒരു എന്താണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലയബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ ഇംപ്രൂവ് ചെയ്യാണ്. ഇത് നമുക്ക് എല്ലാത്തിലും എന്ത് ചെയ്യാം, സിഗ്നിഫിക്കൻസിൽ എഴുതാട്ടോ. അതാണ് ഇംപ്രൂവ് ദ റിലയബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ പറയുക വെച്ചാൽ സാലറി ഡ്യൂ ആയിട്ടുണ്ട്, നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്തില്ല, അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിലും പേയ്മെന്റ് ചെയ്തില്ല, അത് നമ്മൾ സാലറി ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് എന്നോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നുകൊണ്ട് അതേ അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അല്ലാതെ എന്തല്ല ചെയ്യുക, അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു അക്രൂവൽ കോൺസെപ്റ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ദ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് only those items that are significantly enough to influence the decision of a users of financial statement need to be disclosed separately. അതായത് മെറ്റീരിയൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ യൂസേഴ്സിന് ആവശ്യമായുള്ള കാര്യങ്ങൾ മാത്രം എന്തായി നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്താൽ മതി. സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാതെ ചെറിയ ചെറിയ മെറ്റീരിയൽ ഫാക്ട്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മളെല്ലാം കൂടി ഒന്നും ഡിസ്പോസ് ചെയ്യേണ്ട എന്ന് പറയണം. എന്നാൽ പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യുകയും വേണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ട്, കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസിൽ യൂസേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാൻ നോക്കാനും സാധിക്കും എന്നുള്ള മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈമും അതുപോലെ തന്നെ കോസ്റ്റും, അക്കൗണ്ടിങ് പ്രൊസീജിയർ നമുക്ക് ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് കോസ്റ്റും കൂടുന്നു, കാരണം അതിനൊരു എംപ്ലോയീസിനെ വെക്കണം, അതുപോലെ ടൈം കൺസ്യൂം ചെയ്യണം, അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഹെൽപ്പ് ദ യൂസേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് എക്കണോമിക് ഡിസിഷൻ. കറക്റ്റ് ഇൻഫോംഡ് ആയിട്ടുള്ള കറക്റ്റ് ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഡ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുക, a calculator costing 500 may be charged directly as an expense instead of being treated as a fixed asset because the amount is not material.
നമ്മൾ എന്ത് ചെയ്യാറില്ല. ഒരു ഫിക്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്തായിട്ടോ ലോങ് ടൈമിലോട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് അല്ലേ. പക്ഷെ നമ്മളൊരു അസറ്റ് ആയിട്ട് നമ്മളതിനെ കാണില്ല, പകരം നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. കാരണം എന്താണ്, കാൽക്കുലേറ്ററിന്റെ വാല്യൂ എന്നാൽ 500 അടുത്ത് വരും. നമ്മൾ ഒരു അസറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുന്നത്. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല എന്നല്ല, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റിലോട്ട് നേരെ ഈ കാൽക്കുലേറ്ററിനെ കൊണ്ടുവരില്ല. അതേസമയം ഒരു കമ്പ്യൂട്ടർ കാണുന്നത് അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, BCOE 143 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ലൈവ് ക്ലാസ് ഒന്ന് ചെയ്യോ? നാളെയാണ് എക്സാം. ഓക്കെ, നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് 4നെ ഒന്ന് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓണേഴ്സും അതിൻ്റെ ബിസിനസ്സും എന്താ സെപ്പറേറ്റ് രണ്ടാണ്, 2 ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കി വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബിസിനസ് എന്ത് ചെയ്യും, അതൊരു ഫ്യൂച്ചറിലോട്ട് ഫോർസബിൾ ഫ്യൂച്ചറിലോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അസറ്റും അതിന്റെ ഡിപ്രീസിയേഷൻ ഒക്കെ വാല്യൂ ചെയ്യുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻകം എക്സ്പെൻസ് ഒക്കെ ഏത് സമയത്താണ് ഏൺ ചെയ്യുക അല്ലെങ്കിൽ ഇൻകം ചെയ്ത് അപ്പോൾ തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ കിട്ടി അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ പേയ്മെന്റ് കൊടുത്തു എന്നുള്ള സമയത്തല്ല എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അക്രൂവൽ കോൺസെപ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ദ സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ സെപ്പറേറ്റ്. എന്താ സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കണം. എല്ലാ നോൺ മെറ്റീരിയാലിറ്റി ഫാക്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലോട് കൊണ്ടുവരേണ്ട എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയും യൂസ്ഫുൾനെസ്സും അതുപോലെ തന്നെ എന്താ പറയുക ഒന്നും കൂടി യൂസേഴ്സിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എന്ത് മാറും, ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് ഈ 4 പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ഡിഫറൻസും 4 പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ യൂസസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നമ്മൾ ഇതിന്റെ നോട്ട് ഷെയർ ചെയ്യണം. ആഫ്റ്റർ ദ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ ഇതിന്റെ ക്ലാസ്സുകളും അതുപോലെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിൽക്കും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒരു ലിങ്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും, അതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ബാലൻസ് ഷീറ്റ്? ഡിസ്ക്രൈബ് ദ കോണ്ടന്റ്സ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് ഡിസ്കസ് ഹൗ ദേ ആർ ക്ലാസിഫൈ. എന്തൊക്കെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ കണ്ടന്റ്സ് വരുന്നത്, എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. നോക്കൂ, എന്താ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ കാണിക്കുന്ന ഒരു ഫൈനൽ അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അസറ്റ്സുകൾ ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് എൻഷുർ ചെയ്യുന്ന ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെക്കാം. ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഹെൽപ്പ് ദ യൂസേഴ്സ് assess the financial strength, liquidity, solvency of the business. ബിസിനസിന്റെ സോൾവൻസി റേറ്റ് എന്താണ് ലിക്വിഡിറ്റി പൊസിഷൻ, ബിസിനസ് സ്ട്രെങ്തൻ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അതിന്റെ ലയബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ അസറ്റ്സ് കാര്യങ്ങളെല്ലാം എന്താണ്, അതിന്റെ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബാലൻസ് ഷീറ്റിലെ കോണ്ടന്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ പ്രധാനമായിട്ടും താഴെ ഈ പറയുന്ന കോമ്പോണൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കോമ്പോണന്റ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു ബിസിനസിന്റെ അസറ്റ്സ് ആർ ദ പ്രോപ്പർട്ടി, ഒരു ബിസിനസിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിസോഴ്സ് ആണ്. ആ ബിസിനസ് എന്താണ്, ഓൺ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിനെന്തുണ്ടാവും, ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും, ഫ്യൂച്ചറിൽ അതൊരു എക്കണോമിക് ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഐറ്റംസിനാണ് നമ്മൾ അസറ്റ് എന്ന് പറയാം. അസറ്റ് 2 രീതിയിലുണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്,
ഫിക്സഡ് അസറ്റും ഉണ്ട്. വിത്തിൻ 1 ഇയർ കൊണ്ട് ക്യാഷ് ആക്കി മാറ്റുന്നത് കറണ്ട് അസറ്റും ലോങ് ടൈമിലോട്ട് ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് തരുന്നത് എന്തായിരിക്കും? ഫിക്സഡ് അസറ്റും ആയിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇൻവെന്ററി, ഇതൊക്കെ നമ്മളുടെ എന്താണ്? കറണ്ട് അസറ്റുകളാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെ നമ്മളുടെ ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകൾക്കും എക്സാമ്പിൾ ആണ് കേട്ടോ. അതാണ് നമ്മുടെ ആദ്യത്തെ കോമ്പോണന്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. എന്താ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ലയബിലിറ്റി ആർ ദ ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ്സ് ഓൺഡ് ബൈ ദ ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് ബിസിനസ് അതിന്റെ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലയബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻ, നമ്മുടെ ഒബ്ലിഗേഷൻ ആണ് നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനല്ലേ അല്ലേ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോണ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, മോർട്ടേജ് ലോൺ, ഇതൊക്കെ നമ്മുടെ ലയബിലിറ്റി ആണ്. ഇത് നമുക്ക് എന്താ? കറണ്ട് ലയബിലിറ്റി ഉണ്ടാവും, ഫിക്സഡ് ലയബിലിറ്റി ഉണ്ടാവും കേട്ടോ. ഇവിടെ വരുമ്പോഴും കറണ്ട് ലയബിലിറ്റി വിത്തിൻ 1 ഇയർ കൊണ്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കാം. ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ. ഇനി നമ്മൾ ലോങ് ടൈമിലോട്ട് ഉണ്ടാകുമ്പോൾ ഡെപ്റ്റേഴ്സ്, അതുപോലെ ബാങ്ക് ലോണ്, മോർട്ടേജ് ലോൺ, ഇതൊക്കെ ലോങ് ടൈം ലയബിലിറ്റി ആണ്. അവിടെയും 2 ടൈപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി മൂന്നാമത്തെ കോമ്പോണന്റ് ആയിട്ടുള്ള ഓണേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയണം. ഇറ്റ് റെപ്രസെന്റ് ദ ഓണേഴ്സ് ക്ലെയിം ഓഫ് ദി അസറ്റ്സ് ഓഫ് ദി ബിസിനസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ലയബിലിറ്റി. ലയബിലിറ്റി കുറച്ചിട്ട് ബാക്കി ഓണേഴ്സിന് അവരുടെ അസറ്റിൽ എത്രമാത്രം എന്തുണ്ട്? ഹോൾഡിംഗ് ഉണ്ട്, ക്ലെയിം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യാഷ്. അപ്പോൾ എങ്ങനെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം? അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ഓണേഴ്സിന്റെ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇനി അവർ പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുന്ന ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓണേഴ്സ് ക്യാപിറ്റലിന്റെ കൂടെ റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രോഫിറ്റ് എന്ത് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. അതിൽ നിന്ന് ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ നമുക്ക് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ബാലൻസ് ഷീറ്റിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണ്ടൻസ് എന്ന് പറയുന്നത്. അത് മാത്രമാണ് ചോദിച്ചത്? അല്ല, ഹൗ ദേ ആർ ക്ലാസിഫൈഡ്, എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യാന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ ഫിക്സ്ഡ് അസറ്റിനെ ഫിക്സ്ഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യും. അത് ലോങ് ടൈം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് അസറ്റ് എന്നും, ഷോർട്ട് ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുക? കറണ്ട് അസറ്റ്സ് എന്നും പറയും. ലയബിലിറ്റിയും സെയിം ആണ് എന്നാണ്. ഇനി അസറ്റിന് നമ്മൾ എന്ത് പറയണം? ലോങ് ടൈമും അതുപോലെ കറണ്ടും ആണ്. കൂടാതെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ കാണാനും തൊടാനും സ്പർശിക്കാനും സാധിക്കുന്നതാണ് ടാഞ്ചിബിൾ അസറ്റ്. നമ്മുടെ എന്താണ്? മേശ, ഒരു സ്റ്റൂള്, നമ്മുടെ TV, നമ്മുടെ വെഹിക്കിള്, നമ്മുടെ ഓഫീസിന്റെ ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനും സ്പർശിക്കാനും ഒക്കെ സാധിക്കും അല്ലെ. അങ്ങനെയുള്ളതിന് ടാഞ്ചിബിൾ അസറ്റുകൾ എന്ന് പറയും. ഇനി ഇത്തരത്തിൽ കാണാനോ തൊടാനോ സ്പർശിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല, എന്നാൽ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള, കാണാനും തൊടാനും സാധിക്കും, പക്ഷെ അതിനൊരു വാല്യൂ അവിടെ പൊസസ് ചെയ്യണ്ടാവും. അങ്ങനെയുള്ള ഐറ്റംസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസറ്റുകളെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ എന്നാണ് പറയാം. ഇനി മറ്റൊന്നാണ് ഫിക്റ്റീഷ്യസ് അസറ്റുകൾ എന്ന് പറയുന്നത്. അതായത് these are the expense that are not real but represent the expense not yet written off. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു എക്സ്പെൻസ് ആവും, നമ്മളത് എവിടെയും കാണിക്കില്ല. അത് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്നാ പറയാം. ആ എക്സ്പെൻസ് എന്ത് ഉണ്ടാവില്ല, അത് റിയൽ ആയിട്ട് നമുക്ക് കാണിക്കാനും കഴിയില്ല. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫോർമേഷനും ഇൻകോപ്പറേഷനും ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കും. ആ എക്സ്പെൻസ് പക്ഷെ നമ്മൾ എന്താ റൈറ്റ് ഓഫ് ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഒരു അസറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുനടക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഒക്കെ വരുന്നത്. ഇതാണ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി ലയബിലിറ്റീസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? ലോങ് ടൈമും ഷോർട്ട് ടൈമും അന്ന് ക്ലാസിഫൈ ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് കണ്ടീജന്റ് ലയബിലിറ്റീസ് ആണ്. കണ്ടീജന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോസിബിൾ ലയബിലിറ്റി ദാറ്റ് മേ അറൈസ് ഡിപ്പെൻഡിങ് ഓൺ എ ഫ്യൂച്ചർ ഇവന്റ്. ഒരു ഫ്യൂച്ചർ ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ കണ്ടീജന്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. നമുക്കൊരു ഡിസ്പ്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് പൈസ കൊടുക്കാൻ വേണ്ടി വിധിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് എന്ത് ചെയ്യുക, ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരിക. ഇങ്ങനെ ഉണ്ടാവുന്നതൊക്കെയാണ് എന്ത് ചെയ്യുക, കണ്ടീജന്റ് ലയബിലിറ്റി. നമ്മൾ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോടതി കൺസ്യൂമറിന് അനുകൂലമായിട്ട് വിധി വിധിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുക്കുക. അതൊക്കെ നമ്മളുടെ കണ്ടീജന്റ് ലയബിലിറ്റീസിന്റെ
പാർട്ടിലാണ് വരിക കേട്ടോ. ഇതാണ് ബാലൻസ് ഷീറ്റും അതിൻ്റെ കോമ്പോണൻസും അതുപോലെ തന്നെ പല രീതിയിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നും പറയുന്നു കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല രീതികളിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം ഇതാണ്, എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്താന്ന് പറയണം. ഡിസ്കസ് ഡീറ്റെയിൽ 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ്സ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയണം. അതുപോലെ തന്നെ 3 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷിന്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ക്യാഷിന് ഇൻഫ്ലോയും ഉണ്ടാവും ഔട്ട്ഫ്ലോസും ഉണ്ടാവും. അപ്പൊ അത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ അങ്ങനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 3 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റി, 3 തരത്തിലുള്ള ആക്ടിവിറ്റി അതെന്താന്നുള്ളത് നമുക്ക് നോക്കണം. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ. മറ്റൊരു ക്വസ്റ്റ്യനോട്ട് വന്നപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഉപയോഗിച്ചുള്ള ബെനിഫിറ്റ്സ് ആൻഡ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, വേരിയസ് ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ വരിക, അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് നോർമലി 2 ക്വസ്റ്റ്യനിലും ആൻസർ എഴുതേണ്ട ഒരേ കാര്യങ്ങളാണ്, ഒരേപോലെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടിനെയും കൂടി ആൻസർ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ്ലി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റ്മെന്റ്സുകളെ പോലെ തന്നെയുള്ള, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റിലെയും പോലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ 3ാമത്തെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ 2 തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. ക്യാഷ് ബിസിനസ്സിലോട്ട് വരുന്ന ക്യാഷിന്റെ ഇൻഫ്ലോസ് ഉണ്ടാവും, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്ന ഔട്ട്ഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അത് ക്യാഷ് മാത്രമല്ല, ക്യാഷും ക്യാഷിന്റെ ഈക്വലൻസും നമുക്ക് ഉണ്ടാവും. And it explain how the cash is generated and utilized by the business throughout its operating, investing and financing activity. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ഫൈനാൻസ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന്റെ മെയിൻ കോർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടില്ലേ. ഇങ്ങനെ 3 ആക്ടിവിറ്റീസ് എല്ലാ ബിസിനസ്സും ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും, ക്യാഷിന്റെ ബിസിനസ്സിലൂടെ വരവും ബിസിനസ്സിൽ നിന്ന് ചെലവാക്കലിനെയും കൂടി കാണിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇതിൽ ക്യാഷും ക്യാഷിന്റെ ഈക്വലൻസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ? ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, ഇതൊക്കെയാണ് ക്യാഷ് എന്ന് പറയുന്നത്. ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഹൈലി ലിക്വിഡേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത്. റെഡിലി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന, മെച്യൂരിറ്റി പീരീഡ് ഒക്കെ 3 മാസത്തിൽ കുറവുള്ള, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അക്വിസിഷനേക്കാൾ കുറവായിട്ടുള്ള, നമുക്ക് എന്ത് ചെയ്യണം, വലിയ ഡേറ്റ് ഓഫ് അക്വിസിഷൻ വെച്ച് നമുക്ക് വലിയ രീതിയിലുള്ള കുറവായിട്ടുള്ളതാണ് നമ്മൾ ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞത്. റിസ്ക് കുറവായിരിക്കും അല്ലേ, ക്യാരിങ് ഇൻസിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഓഫ് ചേഞ്ച് ഇൻ വാല്യൂ, വലിയ രീതിയിൽ വാല്യൂ ചേഞ്ച് ചെയ്യില്ല നമ്മൾ പർച്ചേസും സെല്ലും ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ക്യാഷ് ഈക്വലൻസ് എന്ന് പറയാം. നമ്മുടെ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഫണ്ട്സ്, അതുപോലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, മണി മാർക്കറ്റ് ഫണ്ട്, ഷോർട്ട് ടൈം ഗവൺമെന്റ് സെക്യൂരിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ക്യാഷിന്റെ ഈക്വലൻസ് എന്ന് പറയുന്നത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതും എന്താണ് നമ്മളുടെ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടില്ല. അപ്പൊ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അവിടെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷും ക്യാഷ് ഈക്വലൻസ് എന്താന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ഒന്ന്, ഇറ്റ് ഷോ ആക്ച്വൽ ക്യാഷ് മൂവ്മെന്റ്സ്. എന്ത് ആക്ച്വൽ ക്യാഷ് മൂവ്മെന്റ്സിന് എന്ത് കാണിക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ആക്ച്വൽ ക്യാഷിന്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ, ഇറ്റ്സ് കവർ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിന് ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് പ്രിപ്പയർ ഫോർ എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്. അത് എല്ലാ വർഷത്തേക്കും കൂടി ഒന്നല്ല, ഓരോ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതിയിലാണ് നമ്മൾ ഇതും പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ഫ്ലോസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്,
ഫൈനാൻസ് എന്നിങ്ങനെ 3 ക്യാഷ് ഫ്ലോസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനെ ഫർദർ ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ, ഓപ്പറേറ്റിംഗ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഫർദർ ആയിട്ട് ഓരോന്നിനെ 2 വെച്ചിട്ട് 6 വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, അസസ് ദ ലിക്വിഡിറ്റി പൊസിഷൻ. ഒരു ബിസിനസിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ കാര്യങ്ങൾ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ഫേമിന് അതിന്റെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട്, അതായത് ഇൻഫ്ലോസ് കാര്യങ്ങൾ ആവശ്യം നമ്മുടെ കയ്യിലുണ്ടോ, ക്യാഷ് എത്രയുണ്ട്, ക്യാഷ് ഈക്വലൻസ് എത്രയുണ്ട് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനുള്ള ഒരു സപ്ലിമെന്ററി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ബാലൻസ് ഷീറ്റിന്റെയും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ സാധിക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ക്യാഷ് ബേസിസ് ആണ്. അതായത് ക്യാഷും ക്യാഷിന്റെ ട്രാൻസാക്ഷൻസും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുള്ളൂ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എവിടെ ഉണ്ടാവില്ല, നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാവില്ല. അതാണ് അതിന്റെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, എന്താണ് ക്യാഷും ക്യാഷ് ഈക്വലൻസും, എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കി. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാണ്, ക്യാഷ് റെസീപ്റ്റ്സിനെ കുറിച്ചും ക്യാഷ് പേയ്മെന്റ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആദ്യത്തെ എന്തെന്ന് പറയുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ എബിലിറ്റി നമുക്ക് അസസ് ചെയ്യണം. എന്താണ്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ അതിന് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഇപ്പം എത്രയുണ്ട്, നമുക്ക് പ്രീവിയസിൽ എത്രയായിരുന്നു, ഇനി എത്ര വരാൻ ചാൻസ് ഉണ്ട്. ഇത് 3 കമ്പാരിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എല്ലാ വർഷത്തിലും നമുക്കറിയാം. അത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി പൊസിഷൻ, അത് നമുക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡിലോട്ടുള്ള മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് ഒബ്ജക്റ്റീവ്, ടു എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ചേഞ്ച് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസി. ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണോ, ഇൻവെസ്റ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഫൈനാൻസ് എങ്ങനെയാണ് ഇത്ര ക്യാഷ് കൂടി എന്നുള്ള ഓരോന്നിനും, ക്യാഷ് കൂടുന്നവാം കുറയുന്നവാം, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. മറ്റൊന്ന്, മാനേജ്മെന്റ് എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും എന്താണ്, ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണ്, ടു ഫെസിലിറ്റേറ്റ് ദ കമ്പാരിസൺ ഓഫ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എമോങ് എന്റർപ്രൈസസ്. അതായത് എന്ത് ചെയ്യുക, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്റർപ്രൈസുകളുടെ എന്ത് ചെയ്യാണ്, പെർഫോമൻസ് എന്ത് ചെയ്യണം, അത് ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് കമ്പാരിസൺ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ്, അതായത് കമ്പാരിസൺ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ബെനിഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് പ്ലാനിങ്ങിനും ബഡ്ജറ്റിങ്ങിനും നമ്മളെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ലിക്വിഡേഷനും ലിക്വിഡിറ്റി അതുപോലെ തന്നെ സോൾവൻസി എത്രമാത്രം ഉണ്ട് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എത്രമാത്രം ഡിവിഡൻഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെപ്റ്റ്സ് പേയ്മെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് തീരുമാനിക്കും. കാരണം ക്യാഷ് ഫ്ലോ ഇല്ലാത്തൊരു ബിസിനസ്സിൽ ചെയ്യുക എന്നുള്ളത് ഹൈ റിസ്ക് ആണ്. അപ്പം അത് അസസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വന്നുള്ളത്, അത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ, ട്രാൻസ്പെറൻസി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി, നമ്മൾ ഓരോ ബിസിനസ് ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഫ്ലെക്സിബിലിറ്റി ഒരു സിറ്റുവേഷൻ മാറുമ്പോൾ അത് എത്രമാത്രം അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാനും, അതുപോലെ തന്നെ ക്യാഷ് മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ 3 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ പ്രിൻസിപ്പൽ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. ഒരു ബിസിനസ്സിനെ കോർ ആക്ടിവിറ്റീസിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ കോർ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗിൽ ഇൻഫ്ലോ ഉണ്ടാവും, ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഇൻഫ്ലോ ഏതൊക്കെയാണ്, കസ്റ്റമേഴ്സിൻ്റെ ഫണ്ട് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഗുഡ്സോ സർവീസോ വിറ്റ സമയത്ത് ഉണ്ടാവുന്ന ക്യാഷ് റെസിപ്റ്റ്, കമ്മീഷനോ റോയൽറ്റി ഒക്കെ കിട്ടുക, അതൊക്കെയാണ് അതിൻ്റെ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഔട്ട്ഫ്ലോ വരുന്നത് ഏതൊക്കെയായിരുന്നു, ക്യാഷ് നമ്മൾ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് ചെയ്തു, സാലറീസും വേജസും ഒക്കെ എംപ്ലോയീസിന് പേയ്മെൻറ്റ് ചെയ്തു, റെൻറ്റ്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്തു, ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്തു. ഇതൊക്കെ അതിൻ്റെ
ഔട്ട്ഫ്ലോസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡ് രണ്ട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് പറയുക ക്യാഷ് സെയിൽസ്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, പേയ്മെന്റ് ടു ക്രെഡിറ്റ്, പേയ്മെന്റ് ടു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ എന്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ ബിസിനസ് ടു ജനറേറ്റ് സഫീഷ്യന്റ് ക്യാഷ് ഫ്രം ഇറ്റ്സ് നോർമൽ ഓപ്പറേഷൻ. ഒരു ബിസിനസ്സിന്റെ നോർമൽ അല്ലെങ്കിൽ കോർ ഓപ്പറേഷനിൽ നിന്ന് ഫണ്ട് എത്ര റേസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കാണിക്കുക. അത് റേസ് ചെയ്യാൻ വേണ്ടി എത്ര എക്സ്പെൻസും ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ഏതിലോട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ നമ്മളുടെ ആക്ടിവിറ്റി ആണ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. എന്താണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ്സ് ആർ റിലേറ്റഡ് ടു ദ അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളുടെ അക്വിസിഷൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള എന്താണ് ലോങ് ടേം അസറ്റ്സും ഇൻവെസ്റ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ കിട്ടുക. അതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ വരിക. അവിടെ എന്തുണ്ടാവും, ഇൻഫ്ലോയും ഔട്ട്ഫ്ലോ ഉണ്ടല്ലേ. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്, ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്, ഇൻട്രസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ലോൺസോ ഗ്രാൻഡ്സോ ഒക്കെ നമുക്ക് റീപേയ്മെന്റ് ആയിട്ട് വന്നു. അതൊക്കെയാണ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്ഫ്ലോസ് വെച്ച് നമ്മുടെ ലാൻഡ് പർച്ചേസ് ചെയ്തു, ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്ലാന്റോ മെഷീനറിയോ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ലോൺസോ കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു, അതായത് നമ്മൾ എംപ്ലോയീസിനൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പേറ്റന്റ് ഗുഡ് വില്ലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇതൊക്കെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ എന്തൊക്കെ വരാണ്ട്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഫ്യൂച്ചർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എവിടെ വരുന്നത്, നമ്മളുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് എന്ന് പറഞ്ഞത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ്സ് റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ദ സൈസ് ഓർ കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ്. ഓണേഴ്സിന്റെ ക്യാപിറ്റലിനെ ബോറോയിങ്സിനോ ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ലോങ് ടൈം ലോൺസ് കാര്യങ്ങൾ എടുത്തു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോൺ എടുത്തു. ഇതൊക്കെ എന്താണ്, ക്യാഷിന്റെ ഇൻഫ്ലോസ് ആണ്, ബിസിനസ്സിലോട്ട് ക്യാഷ് വരുന്ന രീതികളാണ്. ഇതേപോലെ ക്യാഷിന് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. എന്താണ്, നമ്മൾ ഷെയർസ് എന്ത് ചെയ്യുക, റെഡീം ചെയ്യുകയാണ്, അവർക്ക് പേയ്മെന്റ് എടുത്ത് ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിബഞ്ചർ നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണ്, ലോണ് പൈസ കൊടുത്ത് വീട്ടുകയാണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ് എടുക്കുക, ഡിവിഡൻഡ് പേയ്മെന്റ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ക്യാഷിന്റെ ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫീച്ചർ, ബെനഫിറ്റ്സ്, ഒബ്ജക്റ്റീവ്, അതിലെ 3 തരത്തിലുള്ള ആക്ടിവിറ്റി. ഇത് എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് ഏത് എക്സാമിനും ഇതിൽ ഏതെങ്കിലും 3 കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള. ഇപ്പോൾ ഈ BCOE 142 പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണ് അബ്സോർപ്ഷനും മാർജിനൽ കോസ്റ്റിംഗും, എന്താണ് അബ്സോർപ്ഷനും മാർജിനൽ കോസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് നോക്കുന്നത്. നോക്കൂ, ഡിഫൈൻ അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്, ബ്രിങ് ഔട്ട് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദം and discuss the utility of marginal costing for managers. എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നാൽ ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയും, മാർജിനൽ കോസ്റ്റിങ്ങും എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് വെച്ചിട്ട് മാനേജേഴ്സിന് അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്താണ് യൂട്ടിലിറ്റീസ് എന്ന് പറയും, അത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് തന്നെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ വിച്ച് ഓൾ മാനുഫാക്ചേഴ്സ് കോസ്റ്റ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എല്ലാം കൂടി ചാർജ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Thus, the cost of a product include direct material, direct labor,
വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആൻഡ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു ഇതിൻ്റെ, അതായത് ഫുൾ കോസ്റ്റ് മെത്തേഡ് എന്നുള്ളതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ പറയാം. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുക, ഇവിടെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എല്ലാം കൂടി നമ്മൾ കണ്ടിട്ടാണ് അബ്സോർപ്ഷൻ കോസ്റ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടറി ഓവർഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ യൂണിറ്റ്സ് ഓഫ് പ്രൊഡ്യൂസിലോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. സ്റ്റോക്കിന്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിന് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഇൻവെന്ററി വാല്യുവേഷനൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒന്നാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇവിടെ ഓൺലി വേരിയബിൾ കോസ്റ്റ് മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇവിടെ എന്തെടുക്കില്ല, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ പോലെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എടുക്കില്ല. വേരിയബിൾ കോസ്റ്റ്, ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ദ പ്രൊഡക്റ്റ്. വേരിയബിൾ കോസ്റ്റ് മാത്രം നമ്മൾ ചെയ്യുകയുള്ളൂ. While fixed cost is treated as a periodical cost and it is charged against in the profit of the period in which they are incurred. അപ്പോൾ നമ്മൾ ഇത് എവിടോട്ടാണ് ചാർജ് ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് ചാർജ് ചെയ്യുന്നത്? ഒരു പീരിയോഡിക് കോസ്റ്റ് ആക്കി എടുത്തിട്ട് ഏത് വർഷമാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിലോട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ ഓൺലി വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് എന്നുള്ള ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എടുക്കില്ല. അത് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ സെല്ലിംഗ് പ്രൈസിലോട്ടാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് വരിക കേട്ടോ, അതായത് നമ്മുടെ ടോട്ടൽ റവന്യൂയിലോട്ട്. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രം നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ആക്കി എടുക്കുകയുള്ളൂ. ഫിക്സഡ് കോസ്റ്റിനൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യും. എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുക. പിന്നെ ഇവിടെ എന്താണ്, കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും കൂടി ചേരുന്നതായിരിക്കും കോൺട്രിബ്യൂഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പോകുന്നത്. നമുക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം പാർട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് എടുക്കുക. കാരണം കോൺട്രിബ്യൂഷൻ എന്നാൽ പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും കൂട്ടുന്നതാണ്. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെയാണ്? ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കുറച്ചാൽ മതി. അത് പ്ലസ് ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. അതിനെല്ലാത്തിനെയും കൂടി വെച്ചിട്ടാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് കണ്ടുപിടിക്കുക. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഫിക്സഡ് ഓവർഹെഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇതിലെന്തായിരിക്കും, യൂണിറ്റ്സ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത്, യൂണിറ്റ് ചാർജ്ഡ് ഫോർ ദ യൂണിറ്റ് പ്രൊഡ്യൂസർ എന്തായിരിക്കും നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എടുക്കും. അതായത് ഒരു പീരിയോഡിക്കൽ കോസ്റ്റ് ആയിട്ടാണ് മാർജിനൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഓവർഹെഡ്സ് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ഹയർ ആസ് ഫിക്സഡ് ഓവർഹെഡ് ആർ ഇൻക്ലൂഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ് ഓവർഹെഡ് കുറയ്ക്കും ഉപയോഗിക്കുന്നത് തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കൂടുതലായിരിക്കും. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം അവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല. ഇനി സ്റ്റോക്ക് വാല്യൂഷൻ ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അവിടെ നമുക്ക് വരുന്നുണ്ട്. മറ്റൊടുത്താണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എവിടെ വരുള്ളൂ, സ്റ്റോക്കിന്റെ വാല്യൂഷൻ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗിന് വരികയുള്ളൂ. പിന്നെ പ്രോഫിറ്റ് റിപ്പോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സ് എഫക്റ്റ് എ ചേഞ്ച് ഇൻ ഇൻവെന്ററി ലെവൽ. ഇൻവെന്ററി ലെവൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യും. പ്രോഫിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി ഓൺ സെയിൽസ് വോളിയം. സെയിൽസ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് വരുന്നത്. ഡിസിഷൻ മേക്കിംഗോ മാനേജറിയൽ ഡിസിഷനിൽ ലെസ് യൂസ്ഫുൾ ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരികയായിട്ട് നമുക്ക് ഫംഗ്ഷണൽ ആയിട്ടുള്ള കോസ്റ്റ് ആണ് വരിക. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രീതിയിൽ വരും. ഇവിടെ നമ്മൾ കാണുക ഫിക്സഡും വേരിയബിളും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ആൻഡ് കോൺട്രിബ്യൂഷൻ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തില്ല, അബ്സോർപ്ഷൻ കോസ്റ്റ് നോക്കണില്ല. കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, മാർജിനൽ കോസ്റ്റിംഗ് മുന്നോട്ട് പോകുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിഫിക്കൽട്ട് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർജിനൽ കോസ്റ്റിംഗിൽ ബ്രേക്ക് ചെയ്യുക, അതായത് ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും റിപ്പോർട്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാനേജറിയൽ പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോളിങ്ങിനുമാണ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗും മാർജിനൽ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എന്തൊക്കെയാണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ യൂട്ടിലിറ്റി എന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മാനേജേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കൂ. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് because it's provide relevant information regarding cost and profitability.
കോസ്റ്റും പ്രോഫിറ്റബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ച്, അതിൻ്റെ മാനേജേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാനേജറിയൽ കോസ്റ്റിംഗ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് കാര്യങ്ങൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് അതിന് നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രേക്ക് ഈവൺ അനാലിസിസ്, അതായത് നമുക്ക് ബ്രേക്ക് ഈവൺ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് വോളിയം, PV റേഷ്യോ അനാലിസിസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ റിസ്ക്കും പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതും എന്താണ്? മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു യൂട്ടിലിറ്റിയാണ്. പിന്നെ പ്രൈസിങ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി, അതായത് മിനിമം സെല്ലിംഗ് പ്രൈസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് മിനിമം സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഫിക്സഡ് കോസ്റ്റിലൂടെ എത്ര കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ പ്രൈസിങ് ഡിസിഷനെ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഏതാണ് നമുക്ക് എന്ത് ചെയ്യാം? മാർജിനൽ കോസ്റ്റിംഗിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഉള്ള കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഹെൽപ്പ് ചെയ്യും? മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളൊരു സാധനം കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാണ്? നമ്മൾ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്യും. ഇപ്പോൾ 2 രൂപയാണ് നമ്മുടെ എന്ത് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റിലോട്ട് കോൺട്രിബ്യൂഷൻ. അതേസമയം നമുക്ക് 1 രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വാങ്ങണോ ഉണ്ടാക്കണോ എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഓർഡേഴ്സ് കാര്യങ്ങൾ വരുന്ന സമയം നമുക്കത് പ്രോഫിറ്റബിൾ ആണോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണോ, നമുക്കത് കൊണ്ട് നഷ്ടമാണോ ലാഭമാണോ, ഏതാണ് നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്നുള്ള മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബഡ്ജറ്ററി കൺട്രോൾ, അതായത് യൂസ്ഫുൾ ഡാറ്റാസാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ്സും കൺട്രോളും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു റിസഷനൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, മാനേജേഴ്സിന് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് മിനിമം പ്രൊഡക്ഷൻ എത്ര വേണം, നമ്മുടെ എത്ര മിനിമം സെയിൽസ് വേണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് കറൻ്റ്ലി എന്താ ഡിമാൻഡ് ഫ്ലോ കുറവായിരിക്കും, റിസഷനൊക്കെ അല്ലേ, ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേഷൻ ചെയ്യുന്നതിനും കോൺട്രിബ്യൂഷൻ അനാലിസിലൂടെ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് രീതിയിൽ മാനേജ്മെൻറ്റിനെ പ്ലാനിങ്ങിനും കൺട്രോളിങ് ഡിസിഷൻ മേക്കിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോട് എക്സാമിന് റീസെൻ്റ്ലി ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കഴിഞ്ഞൊരു 3 വർഷങ്ങളിൽ എല്ലാ വർഷവും പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത് ഈ ഒരു കോൺട്രിബ്യൂഷൻ മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വേരിയൻസും ചോദിക്കാറുണ്ട്, എങ്കിലും നിങ്ങളിത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്തുണ്ട്? 2 പീരീഡിലെ സെയിൽസും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമ്മോട് പറയാണ് PV റേഷ്യോ, ഫിക്സഡ് കോസ്റ്റ്, ബ്രേക്ക് ഈവൻ സെയിൽസ് വോളിയം, സെയിൽസ് ടു ഏൺ പ്രോഫിറ്റ് 15,000, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ 40,000. ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ PV റേഷ്യോ നമുക്ക് കാണാം, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡർ ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ PV റേഷ്യോ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പ്രോഫിറ്റ് ഇത്രയാണ്, സെയിൽ ഇത്രയാണ് നമുക്കല്ല. അപ്പോൾ PV റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? PV റേഷ്യോ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്സ് ഉണ്ട്. എന്താണ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഇങ്ങനൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതായത് 2 പീരീഡ് തന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു 10 to 20. എത്ര ചേഞ്ച് ചെയ്തിട്ടുള്ളത്? 10,000 രൂപയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സെയിൽസ് എത്രയാണ്? അതിനനുസരിച്ച് കഴിഞ്ഞാൽ 50,000 എന്നുള്ള 75,000, 25,000 രൂപയുടെ ചേഞ്ചസ് അവിടെയും വന്നു. നമ്മൾ 3 പോയി 5 5 25, 2 5 10, 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 20. അപ്പോൾ 20 × 2 40% ഇൻറ്റു 100 ഉണ്ട്, ഇൻറ്റു 100. അപ്പോൾ 40% നമ്മളുടെ PV റേഷ്യോ എന്ന് പറഞ്ഞത്. 40% നമ്മുടെ PV റേഷ്യോ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ആണ്. നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 2 കേസിലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആവില്ല. ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് സെയിം ഇൻ ദ ഒരു കപ്പാസിറ്റി വരെ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് അതിൽ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ
കോൺട്രിബ്യൂഷൻ. കാരണം ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്മളുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റും കോൺട്രിബ്യൂഷനും കിട്ടണമല്ലോ. കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ചെയ്താൽ മതി. ഇവിടെ ഏത് സെയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യത്തെ സെയിൽ എടുത്തു കഴിഞ്ഞാൽ 50,000 ഇൻറ്റു 40/100 ചെയ്യുമ്പോൾ 0 വെട്ടി 0 വെട്ടി ഈ 0 വെട്ടുമ്പോൾ 20,000 രൂപ നമുക്ക് കോൺട്രിബ്യൂഷൻ വരും. ഫസ്റ്റ് കേസിൽ എത്രയാണ് പ്രോഫിറ്റ് വന്നത്? 10,000 രൂപയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കാണാം. FC = കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. അപ്പോൾ 20,000 കോൺട്രിബ്യൂഷൻ വന്നു, അതിൽ എത്രയാണ് പ്രോഫിറ്റ് വന്നത്? 10,000 ആണ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 10,000. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഫിക്സഡ് കോസ്റ്റ് കിട്ടി. ഫിക്സഡ് കോസ്റ്റ് കിട്ടിയല്ലോ. ഇനി നമ്മളോട് അടുത്ത് എന്താ ചോദ്യം ചോദിച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് ഇത് കിട്ടി, ഇതും കിട്ടി. ബ്രേക്ക് ഈവൻ സെയിൽസ് വോളിയം. നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് വോളിയം കാണാം. BEP ഇൻ സെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? BEP ഇൻ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് അല്ലേ, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവും, അതേ ഡിവൈഡഡ് ബൈ നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടായത് എത്ര നമ്മൾ 10,000 ആയിരുന്നു. ആ 10,000 ഡിവൈഡഡ് ബൈ 0.40, 40% എന്ന 0.40 ഇത് ചെയ്തു. 4 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരും? 4 വെച്ച് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? 10,000 ഡിവൈഡഡ് ബൈ ഒരു പോയിന്റ് ആണല്ലോ, 1000 നിന്ന് 4 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 ആകുമ്പോൾ ഒരു പാർട്ട് എന്ന് പറഞ്ഞത് എത്രയാണ് വരിക? 25 ആണ്. അപ്പോൾ 25, 2 0, പിന്നെ ഇവിടുത്തെ ഈ ഒരു പോയിന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 0 ഉണ്ട്. അതായത് 25,000 ആയിരിക്കും ബ്രേക്ക് ഈവൺ സെയിൽസ്. അപ്പോൾ 25,000 രൂപ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? അവിടെ ലാഭവും ഉണ്ടാവില്ല, നഷ്ടവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ബ്രേക്ക് ഈവൺ സെയിൽസ് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് 10,000 ഡിവൈഡ് ബൈ 0.40 എന്നുള്ളത് എവിടെ അടിക്കാൻ പറ്റും? അതായത് 40/100 ആണല്ലോ വരിക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ്ലി കൊണ്ടുപോയി നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ 25,000 കിട്ടും. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ബ്രേക്ക് ഈവൺ സെയിൽസ് കണ്ടുപിടിച്ചു. ഇനി സെയിൽസ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 15,000. 15,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ എത്ര സെയിൽസ് വേണം എന്നുള്ളതാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലെ ആൻസർ വരുന്നത് ഏതാണ്? D. സെയിൽസ് ടു ഏൺ പ്രോഫിറ്റ് 15,000. 15,000 രൂപ പ്രോഫിറ്റ് നേടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നമ്മൾ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ റിക്വയർഡ് സെയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിക്വയർഡ് സെയിൽസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരിക. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ എത്രയായിരുന്നു? 10,000 ആയിരുന്നു. നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് വേണ്ടത് 15,000 ആണ്. അതേ ഡിവൈഡഡ് ബൈ PV റേഷ്യോ 0.40. അതായത് 25,000 ഡിവൈഡഡ് ബൈ 0.40 എന്ന് നമുക്ക് വരും. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ എടുക്കാം. 25,000 25,000 ഡിവൈഡഡ് ബൈ 0.40 എന്ന് പറയുമ്പോൾ 62,500 62,500 എന്ന് കിട്ടും. 62,500 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സെയിൽ നടത്തിച്ചാൽ നമുക്ക് അവിടെ 15,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് നേടാം. ഇതെങ്ങനെ ശരിയാണോ നോക്കാം. 50,000 രൂപയ്ക്കാകുമ്പോൾ 15,000, 20,000ന്റെ പകുതിയാണല്ലോ വേണ്ടത്. അപ്പോൾ 15,000 ആണ് നമുക്ക് എന്തുള്ളത്? 10,000 രൂപ പ്രോഫിറ്റ് നേടാൻ വേണ്ടി നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിന്റെ പകുതി 5,000 പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് ഈ ചെയ്തതിന്റെ പകുതി മതി. അതായത് 15,000ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,500 അല്ലേ. അതായത് 15,000ന്റെ പകുതി നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ പ്രോഫിറ്റിലോട്ട് നമ്മൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൽ ഇടയിലുള്ളൊരു സംഖ്യ ആയിരിക്കും വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ 62,500 രൂപയുടെ സെയിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് 15,000 രൂപ പ്രോഫിറ്റ് നമുക്ക് നേടാൻ സാധിക്കുക. ഓക്കെ, ഇനി അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വെൻ സെയിൽ ആർ 40,000. സെയിൽ 40,000 ആണെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. പ്രോഫിറ്റ്
വെൻ സെയിൽ ഈസ് 40,000. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരും, നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ സോൾവ് ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെയാണ് വരാറുള്ളത്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു രീതി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ എന്താണ് കോൺട്രിബ്യൂഷൻ കാണണം. കോൺട്രിബ്യൂഷൻ 40,000 ഇൻറ്റു 40/100 അല്ലേ, 16,000 രൂപയാണ് നമുക്ക് വരിക. 10,000. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 മൈനസ് 10,000, 6,000 രൂപയായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയാം, പ്രോഫിറ്റ് എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ 20 മാർക്കാണ്. ഇത്രയും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 20 മാർക്കാണ്. സോ സിമ്പിളാണ്, പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റാനും ചാൻസ് ഉണ്ട്. കാരണം ഒക്കെ ഇക്വേഷൻ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. PV റേഷ്യോയും കോൺട്രിബ്യൂഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.